എൻ്റെ പേര് വിനോദ് എന്നാണ്. ആലുവയാണ് സ്വദേശം. എൻ്റെ കെനലിൻ്റെ പേര് വിൻ്റർ വൂൾഫ് കെനൽ എന്നാണ്. പക്ഷേ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് സൈബീരിയൻ ഹസ്കി എന്ന ബ്രീഡാണ്. ഞങ്ങൾ ഇത്രയും നാളും ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നതും സൈബീരിയൻ ഹസ്കി എന്ന ബ്രീഡാണ്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് ഒരു ബ്രീഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇവൻ്റെ പേര് ബ്ലാക്കോ എന്നാണ്. ഇത് ബോക്സർ എന്ന ബ്രീഡാണ്. അപ്പോൾ ബോക്സർ എന്ന ബ്രീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും പുതിയതായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു ബ്രീഡാണ്. ഇവൻ ആക്ച്വലി ഒരു മെയിൽ ഡോഗ് ഇപ്പോൾ ഒരു 7 മാസത്തേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവനിപ്പോഴും ഒരു പപ്പി സ്റ്റേജിലാണ്. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സർ എന്ന ബ്രീഡ് എന്ന് പറയുന്നത് ജർമ്മനിയാണ് ഇതിൻ്റെ സ്വദേശം. ആക്ച്വലി നമുക്കൊരു ഗാർഡിങ് പർപ്പസ് പ്ലസ് നമുക്കൊരു പെറ്റിംഗ് ഡോഗിന് പറ്റിയൊരു ബ്രീഡാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്കാണെങ്കിൽ ഇവൻ ആക്ച്വലി നല്ലൊരു കമ്പാനിയനായിരിക്കും. കാരണം ഇവൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കാനും ഇതിനൊക്കെ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു ബ്രീഡാണ്. പക്ഷേ അത്യാവശ്യം ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സ് വരികയാണെങ്കിൽ പോലും ഇവൻ അത്യാവശ്യം ഗാർഡിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ ഫുൾ ടൈം ആക്റ്റീവായിട്ടുള്ള ബ്രീഡാണ്. ഇപ്പോൾ ആക്ച്വലി നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് കുറച്ചുകൂടി ഓടി കിടക്കാനൊക്കെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഈ ബ്രീഡ്. ഇപ്പോൾ ബോക്സിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോൺ വന്നുണ്ട്, പിന്നെ ബ്രിണ്ടിൽ വന്നുണ്ട്, പിന്നെ ഇതിൻ്റെ തന്നെ വൈറ്റ് എന്നൊരു കളറൊക്കെ വന്നുണ്ട്. അപ്പോൾ ഇത് ബ്രിണ്ടിൽ തന്നെ 2 ബ്രിണ്ടിൽ വന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ബോക്സർ എന്ന ബ്രീഡ് ഞങ്ങൾക്ക് പുതിയതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊരു ഇത് എനിക്കറിയത്തില്ല. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ബ്രിണ്ടിൽ തന്നെ ഇവൻ്റെ റിവേഴ്സ് ബ്രിണ്ടിലാണ് വരുന്നത്. സാധാരണ നമുക്ക് ബ്രൗണിൽ നമുക്കിപ്പോൾ ഒരു കടുവേനെ പോലെ ബ്രൗണിലൊരു ബ്ലാക്ക് സ്ട്രൈപ്സാണ് വരുന്നത്. അപ്പോൾ റിവേഴ്സ് ബ്രിണ്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക് കളറായിരിക്കും കൂടുതൽ, അതിൻ്റെ അകത്തായിരിക്കും സ്ട്രൈപ്സ് വരുന്നത്. അപ്പോൾ ഇവൻ്റെ നോക്കുകയാണെങ്കിൽ ഈ റിവേഴ്സ് പ്രിൻറ്റിൽ തന്നെ കുറച്ചുകൂടിയും ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നൊരു കളറാണ് ഇവന്. അപ്പോൾ ഇത് അപൂർവമായിട്ട് ഇത്രയും ഡാർക്കായിട്ട് വരത്തുള്ളൂ. കാരണം നോർമലി വരുന്നതിലും ഇത്രയും ഒരു ബ്ലാക്കിഷ് കളർ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കളറും കൂടിയും കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ എടുക്കുന്നത്. കാരണം ഇത് ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഹസ്കീസിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹസ്കീസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉടമസ്ഥരായിട്ട് ഒരു 50-50 ബന്ധമാണ്. കാരണം അവർക്ക് അവരുടെ ലോകമാണ്. പക്ഷേ ഇവൻ എന്ന് പറയുന്നത് ഇവൻ പക്ക ലോയലായിട്ടുള്ള ബ്രീഡാണ്. അപ്പം നമ്മളോടാണ് അവൻ കൂടുതലും സ്നേഹം ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഹസ്കീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഇവൻ നമുക്ക് കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റാണ് ഇവൻ തരുന്നത്. കാരണം നമ്മുടെ ഒപ്പം തന്നെ ഫുൾ ടൈം കളിക്കാനും ഇതിനൊക്കെ ആൾക്കെപ്പോഴും പുറത്തു പോകാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ബ്രീഡാണ്. പിന്നെ നമുക്ക് ഗ്രൂമിങ് നോക്കുകയാണെങ്കിൽ പോലും ഹസ്കീസിനെ അറിയാലോ, നമുക്ക് ഗ്രൂമിങ് നല്ല അപ്പോൾ ഇവനെ അത്രയും ഗ്രൂമിങ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു വീക്കിലി ഒരു ബെയ്ത്തൊക്കെ മതി ഇവന്. അപ്പോൾ ഇവന് ആക്ച്വലി ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 2 മന്ത് ആവുന്നുള്ളൂ. അപ്പോൾ ഇവനെ അവർ ശീലിപ്പിച്ച എല്ലാ ഫുഡും അവർ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ഏറ്റവും ഇഷ്ടം കഴിക്കാനും നോർമൽ ഇപ്പോൾ റൈസും ചിക്കനൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഡ്രൈ ഫുഡ് ട്രൈ ചെയ്യുമ്പോഴും അവനത് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഒരുപാട് ഡ്രൈ ഫുഡ് ഞാൻ കമ്പനി മാറ്റി നോക്കി കഴിക്കും. പക്ഷേ ബാക്കി ചോറും റൈസും കൊടുക്കുമ്പോൾ ഉള്ള അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് മറ്റേ ഫുഡിന് കാണിക്കാറില്ല. ഇപ്പോൾ ഞാനും കൂടുതൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 നേരമാണ് ഇവന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ മെജോറിറ്റി ചോറും റൈസ് തന്നെ. ഇപ്പോൾ ഒരു പോർഷൻ മാത്രമാണ് ഇവന് ഡ്രൈ ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ ഇപ്പോൾ വന്നിട്ട് 2 മന്ത് ആയിട്ടുള്ളെങ്കിൽ പോലും ഇവൻ നമ്മളായിട്ട് ആ പക്ക ഇണങ്ങിയ ഒരു ഇതാണ്. സാധാരണ ഇപ്പോൾ ഒരു സെമി അഡൽട്ട് ഡോഗ് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും നമ്മളോടൊന്ന് അറ്റാച്ച്മെൻ്റൊക്കെ ആയി വരാൻ. പക്ഷേ ഈ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും. കാരണം കുറച്ചുകൂടി നമുക്ക് ഫുഡ് കൊടുക്കുന്ന ആളോട് ആ ലോയൽറ്റി എപ്പോഴും ഇവൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ഇപ്പോൾ ഒരു ക്രോപ്പിംഗ് കഴിഞ്ഞ് ഇവൻ്റെ ടേപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവൻ്റെ ഇപ്പോൾ ബോക്സേഴ്സ് ഡോബർമാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇയർ ഇറക്റ്റ് ആവാൻ വേണ്ടി കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഇപ്പോൾ ടേപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആക്ച്വലി ഈ ബ്രീഡിന് അത്യാവശ്യം നല്ലൊരു അഗ്രഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പുറമെ വേറെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ബോക്സേഴ്സ് ഉള്ളവരുടെ അടുത്തൊക്കെ അത്യാവശ്യം അഗ്രഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവൻ നമുക്ക് അറിയാൻ പറ്റും ഒരു ഡോഗിനെ നമുക്ക് പക്ക ഒരു കൊലയാളിയായിട്ടും വളർത്താൻ പറ്റും, അല്ലെങ്കിൽ പക്ക നമ്മുടെ കമ്പാനിയൻ പോലെയാണ്. അപ്പോൾ ഇവൻ്റെ ഓണർ വളർത്തിയിരുന്നത് പക്ക സോഷ്യലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും നോക്കാൻ എളുപ്പമായിരുന്നു. കാരണം ഇവൻ അഗ്രഷനൊന്നും കാണിക്കുന്നില്ല, നല്ല സ്വഭാവമാണ്. ഇപ്പോൾ നമുക്ക് പുറത്തൊരു തേർഡ് മാൻ വരികയാണെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ഈ ലീഷ് കൊടുക്കാം. കാരണം ഇവൻ കടിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ പിന്നെ ഇവനൊരു പപ്പി സ്റ്റേജാണ്. മേ ബി ഒരു 1 ഇയർ കഴിയുമ്പോഴായിരിക്കും ഇവൻ്റെ ഒരു പക്ക സ്വഭാവം ഇവൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും എന്നൊക്കെ അറിയത്തില്ല. പക്ഷേ ഇവൻ അത്യാവശ്യം അഗ്രഷനുള്ളൊരു ബ്രീഡ് തന്നെ. ബോക്സർ അത്യാവശ്യം അഗ്രഷനെ കാണിക്കും. എന്നാലും ഈ പറഞ്ഞ ഒരു റോഡ് വീലറോ ഒരു അങ്ങനത്തെ ഒരു ബ്രീഡിന് അത്ര അഗ്രഷൻ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഗാർഡിങ്ങിനൊക്കെ പറ്റിയ ബ്രീഡാണ്. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോണ കാരണം ഇപ്പോൾ രാവിലെ ഇവനെ നോക്കുന്നത് അനിയനായിരിക്കും. അപ്പോൾ അനിയനാണ് ഇവനെ അഴിച്ച് പുറത്തൊക്കെ കൊണ്ടുപോകുന്ന അനിയനാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇവനെ ഒരു
ഒരു പോർഷൻ ഡ്രൈ ഫുഡാണ്. കാരണം രാവിലെ ഞാനാണെങ്കിലും അനിയനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പം പെട്ടെന്ന് പണി തീർക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ഡ്രൈ ഫുഡാണ് രാവിലെ കൊടുക്കുന്നത്. പിന്നെ ഈവനിങ് ഞാൻ വന്നിട്ടാണ് ഇവനെ ശരിക്കും ഒരു ഹാഫ് ആൻ അവർ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെയാണ് ഇവന് ഫുഡ് കൊടുക്കുന്നത്. ഇവൻ്റെ അത്യാവശ്യം ഒന്ന് കളിപ്പിച്ച് ഇവന് അത്യാവശ്യം ഒന്ന് ശരിക്കും ഒന്ന് ഇതായി കഴിയുമ്പോഴാണ് ഇവന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊരു ഡ്രൈ ഫുഡ് പൊടി ഈ പറഞ്ഞ പോലെ ചോറ്, ചിക്കൻ, പിന്നെ ഇവൻ്റെ കാൽഷ്യം, വൈറ്റമിൻ, ഇതാണ് ഇവന് നൈറ്റ് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും വെള്ളം ഉണ്ടാവും, കുടിക്കാൻ ആവശ്യത്തിന് 24 ഹവറും വെള്ളം ഉണ്ടാവും. പിന്നെ ഇവൻ ബാക്കി ബ്രീഡ്സായിട്ട് ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല. ഹസ്കീസായിട്ട് ഇതുവരെയും മിങ്കിൾ ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം ഇവൻ ഇപ്പോൾ വന്നിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 1 മന്ത് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവരായിട്ട് ഇതാക്കാൻ. ആക്ച്വലി ഈ ബോക്സർ എന്ന ബ്രീഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര പ്രത്യേകതയാണ്. കാരണം ശരിക്കും റിങ്ങിലെ ബോക്സേഴ്സ് മൂവ് ചെയ്യണ പോലെയാണ് ഇവർ മൂവ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവൻ വീട്ടിലാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ മൂവ്മെൻറ്റൊക്കെ നല്ല രസമാണ്. കാരണം ഇപ്പോൾ ഒന്നാമത് ഇവൻ്റെ ടെയിലും ഡോക്ക് ചെയ്തേക്കണ കാരണം അപ്പോൾ ഇവൻ്റെ വാലാട്ടനെ കാണാൻ തന്നെ രസമാണ്. ആക്ച്വലി പുതിയൊരു ബ്രീഡാണ്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു ബോക്സർ കാരണം നമുക്ക് ഹസ്കീസായിട്ടാണ് ഇത്രയും നാൾ വളർത്തി, ഒരു 10-12 വർഷമായിട്ട് ഹസ്കീസിനെ നമ്മുടെ അടുത്തുള്ളൂ. അപ്പോൾ ഈ ബോക്സർ എന്ന ബ്രീഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നേരെ ഓപ്പോസിറ്റാണ് ഹസ്കീസിനെ അപേക്ഷിച്ചിട്ട്. കാരണം അഗ്രഷൻ വരും. കാരണം ഹസ്കീസ് നമുക്ക് അത്ര അഗ്രഷൻ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഞാനും ഇതൊരു ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ബോക്സർ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഹസ്കീസിനെ അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ വരുന്നത് ഇവനായിട്ടാണ്. കാരണം നമുക്ക് നമ്മൾ അത്രയും സ്നേഹം കൊടുത്തൊരു ഹസ്കീസ് നമ്മളോട് സ്നേഹം കാണിക്കാൻ അത്രയും ഒരു ലിമിറ്റ് വരും. പക്ഷേ ഇവൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി നമ്മളോട് ഇതായിട്ട് അറ്റാച്ചായിട്ടാണ് നിൽക്കുന്നത്.